എവരിവൺ, കുടുംബശ്രീയും കുഞ്ഞാടും എന്ന സിനിമയിലെ 2 മ്യൂസിക് ഡയറക്ടറാണ് നമ്മുടെ ഒപ്പം ഉള്ളത്, ശ്രീജു ശ്രീധറും മണികണ്ഠൻ. വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. അപ്പൊ ആദ്യം തന്നെ നമ്മുടെ സിനിമത്തെ മ്യൂസിക്കിനെ പറ്റി നമുക്ക് സംസാരിക്കാം. എങ്ങനെയുണ്ടായിരുന്നു ഈ സിനിമയിൽ വർക്ക് ചെയ്തപ്പോ? ഒറ്റ വാക്കില് കൊള്ളായിരുന്നു. അല്ല, അതായത് ഈ സിനിമയ്ക്ക് 2 മ്യൂസിക് ഡയറക്ടർ പറയുന്നത് രണ്ടുപേർക്കും കിട്ടുന്ന ആദ്യത്തെ ഒരു അവസരം സിനിമയിൽ ആദ്യമായിട്ടാണ് ഞാൻ സംഗീതം ചെയ്യുന്നത്. അപ്പം ഇദ്ദേഹം സീനിയറായിട്ടുള്ള ആളാണ്, പക്ഷെ ഞാനും ഇതിനകത്ത് ആദ്യമായിട്ടാണ് വരുന്നത്. അങ്ങനെ ഒരു പ്രത്യേകത ഇതുണ്ട്. സാറ് ബെന്നി സാറ് പ്രൊഡ്യൂസർ ഞങ്ങൾക്ക് തന്ന ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി അത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കിയെല്ലാം തീരുമാനിക്കുന്ന പ്രേക്ഷകരാണ്. പിന്നെ എനിക്ക് ഈ സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് ഫസ്റ്റ് വരുന്ന തന്നെ ഇതിന്റെ DOP നോവൽ ക്യാമറ പുള്ളിക്കാരൻ എന്റെ സുഹൃത്താണ്. പുള്ളിക്കാരനാണ് എനിക്ക് ഇതിനകത്ത് ഒരു അവസരം ഒരുക്കി തരുന്നത്. ഏതെങ്കിലും സംഭവമുണ്ട് കമ്പോസ് ചെയ്ത് നോക്ക്, കൊള്ളാമെങ്കിൽ ചിലപ്പോൾ രക്ഷപ്പെടുന്നത്. അപ്പൊ അങ്ങനെയാണ് ഞാൻ കോട്ടയത്ത് വരുന്നത്. ഇതിന്റെ ഡയറക്ടർ മഹേഷ് ചേട്ടനായിട്ട് സംസാരിക്കുന്നത്, ബെന്നി സാറായിട്ട് സംസാരിക്കുന്നത്, അങ്ങനെയുള്ള ആ ക്രൂവുമായി ബന്ധപ്പെട്ട എല്ലാവരും സംസാരിക്കാൻ എത്തിപ്പെടുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഒരു ടാസ്ക് തന്നെയാണ്. അങ്ങനെ ഒരു പാട്ട് സിറ്റുവേഷൻ പറഞ്ഞ് ഉണ്ടാക്കി, ഇഷ്ടപ്പെട്ടു. പിന്നെ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന എൻ്റെ ഒരു ഫാനുണ്ട്, സിംഗർ രഞ്ജി സാറ്. പുള്ളിക്കാരൻ്റെ എല്ലാ പാട്ടും ഫാസ്റ്റ് ആയിക്കൊണ്ടോട്ടെ, മെലഡി ആയിക്കൊണ്ടോട്ടെ, ഡിവോട്ട് ആയിക്കൊണ്ടോട്ടെ, ഒരു പ്രത്യേകതരം ഒരു വോയിസ് ആണ് പുള്ളിക്കാരൻ. അത് എനിക്ക് ഇഷ്ടമാണ്. ഞാൻ പുള്ളിക്കാരൻ്റെ ഫാനാണ്. അദ്ദേഹം തന്നെയാണ് എൻ്റെ ഈ പാട്ട് പാടിയിരിക്കുന്നത്. സംഗീതം ഞാൻ ചെയ്ത സംഗീതത്തിന് പുള്ളിക്കാരൻ പാടുന്നു. ഇങ്ങനെ അത്ഭുതങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഈ പാട്ട് ഏത് തരത്തിലുണ്ടാവും എന്നുള്ള കാര്യം പ്രേക്ഷകർ തീരുമാനിക്കണം. എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇതിന്റെ ലിറിക്സ് എന്ന് പറയുന്നത് എന്റെ ഗുരുനാഥൻ തന്നെയാണ്, സിജിൽ കൊടുങ്ങല്ലൂർ എന്ന് പറഞ്ഞത്. പുള്ളിക്കാരന്റെ ലിറിക്സിന് ലൈറ്റ് മ്യൂസിക്കിനൊക്കെ ഒരുപാട് സംസ്ഥാന അവാർഡ്, നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. സാറ് തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. സാറിന്റെ ഇതില് നാടൻ പാട്ട് തന്നെയല്ലേ ഇതിലും വരുന്നത്? ബേസ് അതാണ്. എങ്ങനെയുണ്ടായിരുന്നു ഒരു മ്യൂസിക് ഡയറക്ടർ ആയിട്ട് ഒരു മൂവിയില്? അങ്ങനൊന്നും ചിന്തിക്കാൻ തയ്യാറല്ല ഞാൻ. കാരണം അത് വലിയൊരു പരിക്കിലേക്ക് പോകാൻ വളരെയധികം സാധ്യത കൂടുതലാണ്. കാരണം ഇതൊക്കെ ഒരു പരീക്ഷണമാണ്. നമ്മള് എന്ന് പറഞ്ഞാല് ബേസ് നാടൻ പാട്ട് മേഖലയിൽ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഇനങ്ങളും വാദ്യങ്ങളൊക്കെ തൊട്ട് തുടങ്ങി കണ്ടും ശീലിച്ച് നമ്മുടെ പൂർവികന്മാരുടെ ഇനങ്ങളും താളങ്ങളൊക്കെ കേട്ടിട്ടാണ് നമ്മള് പാട്ടിനോടുള്ള ഇഷ്ടം നമുക്ക് ഉണ്ടാവുന്നത്. അത് പിന്നീട് അത് നാട്ടിൻപുറങ്ങളില്, ക്ഷേത്രങ്ങളില്, കാവുകളില്, ഓരോ വീട്ട് അമ്പലങ്ങളില് ഒക്കെ ആയിട്ട് പരീക്ഷിച്ചിരുന്നും പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കുടുംബശ്രീയും കുഞ്ഞാടും വരെ പരീക്ഷണം ഇങ്ങനെ തുടർന്നുകൊണ്ടാണ്. ഇപ്പൊ പൊതുവെ എത്ര കാലം കഴിഞ്ഞാലും ഇപ്പൊ ആൾക്കാർക്ക് ഓരോ മ്യൂസിക്കിനോടുള്ള ഇഷ്ടങ്ങൾ മാറിക്കൊണ്ടിരിക്കണം. എന്നാലും ഇപ്പോഴും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നതാണ്, എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു സാധനം നാടൻ പാട്ട് എന്നുള്ളത്. അതിന്റെ മെയിൻ റീസൺ എന്തായിരിക്കും? ഒരു നാടൻ പാട്ട് എഴുതുന്ന ഒരാളെ നാടൻ പാട്ട് ഇഷ്ടപ്പെടുന്ന അത് തന്നെയല്ല സംഗീതമായിട്ട്, അതും സംഗീതമാണല്ലോ. വളരെ നാടനായി ചിന്തിക്കുന്നതുകൊണ്ട് ഒരു ഗ്രാമത്തിലുള്ള ഒരു ആൾക്കാർക്ക് ഒരു പക്ഷേ, ഗ്രാമങ്ങളിലുള്ള ആളുകൾക്കൊക്കെ ഒരു പക്ഷേ നാടൻ പാട്ടായിരിക്കും. എന്നാൽ അതിൽ നല്ല മ്യൂസിക്കിനെ കുറിച്ചിട്ട് ആധികാരികമായിട്ട് പഠിക്കുകയും അറിയുകയും പറഞ്ഞു കൊടുക്കാൻ കഴിവുള്ള ഒരുപാട് സംഗീത അധ്യാപകരുണ്ട്. അതൊക്കെ ഈ ഗ്രാമങ്ങളിലും നമ്മൾ കണ്ടുവരുന്നത്. എൻ്റെ നാട്ടിലൊക്കെ ഉണ്ട് ഒരുപാട്. ഞാൻ പഠിച്ച സ്കൂളിൽ രഘുമാഷ് നല്ല സംഗീത അധ്യാപകരാണ്. നമുക്ക് പഠിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എന്തോ ഒരു ആ കാലത്തെ ഒരു സാഹചര്യം കൊണ്ട് നമുക്കതങ്ങനെ സാധിക്കാതെ പോയി. അത് ഒരു കോംപ്ലക്സ് ആയിട്ട് പറയല്ല. കാരണം നമുക്ക് ഒരുപാട് എനിക്ക് കുറെ ഇൻസ്ട്രുമെന്റ് പഠിക്കണമെന്നുണ്ടായിരുന്നു. അപ്പൊ ഓരോ കുട്ടികളൊക്കെ പിന്നെ ഒരുപാട് കുട്ടികളൊക്കെ വാദ്യ ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് വളരെയധികം കൊതിയാണ്. കാരണം നമ്മള് ഇപ്പൊ ഈ അടുത്ത് ഒരു ചെറിയൊരു പെൺകുട്ടി ഈ വയലിൻ എടുത്തിട്ട് അതിന് വയലൊരു വിലയില്ല. ആ പാട്ട് ഞാൻ മറന്നു, സത്യം പറഞ്ഞാല് ഒരു രക്ഷയില്ല. കാരണം അവരൊക്കെ ലെജൻഡ് എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ അത് ആ കുട്ടിയെന്ന് ഒന്നും കൂടെ ഒന്ന് വളർന്ന് അദ്ദേഹത്തിന്റെ ശരിക്കുള്ളൊരു പക്വതയിലേക്ക് എത്തുമ്പോഴേക്കും അദ്ദേഹത്തിന് സാധിക്കാത്തത്, എത്തിപ്പിടിക്കാത്തത് ഇതൊന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മളൊക്കെ 50, 51, 52, 60 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്നുള്ളത് വെറുതെ ഒരു കാര്യമുണ്ട്. ഞാനിങ്ങനെ ആലോചിക്കും 2 ദിവസം മുമ്പായി, എന്തിനായിരിക്കും ദൈവം ഞാൻ ഈ 10, 60 വയസ്സ് വരെ ജീവിച്ചിരുന്നിട്ട് ബന്ധമുണ്ടായി? നേരം മുഴുക്കുന്ന വൈകുന്നേരമാണ്. പക്ഷെ
അതിലൊക്കെ ഒരു പരീക്ഷണങ്ങളിലൂടെയാണ് നമ്മളൊക്കെ കടന്നു പോയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു പാട്ടാണെങ്കിലും സാറിന്റെ പാട്ടുകളാണെങ്കിലും നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മളെ പാട്ടുകളല്ല, നമ്മൾക്ക് സമ്മാനിച്ചിട്ട് ഒരുപാട് ആളുകൾ നമ്മൾ ഈ മണ്ണിൽ ഇട്ടുപോയ ഒരുപാട് ഗണങ്ങളുണ്ട്. പഴയ പഴയ നാടക ഗാനങ്ങൾ ഇത് തന്നെയാണെങ്കിലും ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് മാറിപ്പോയി. അതായത് ഞാൻ മറ്റേ മഞ്ചനോട് പറഞ്ഞ പോലെ ശ്രീരാഗമോ കേൾക്കാൻ ഇപ്പോഴും റീൽസ് ചെയ്യുന്നുണ്ട് അല്ലേ? സാറിന് എത്ര തന്നെ പുതിയ പാട്ടുകൾ പറഞ്ഞു. ഒരു കോമ്പറ്റീഷൻ പോകുന്ന സമയത്ത് നമ്മള് അവിടെ നാക്കുമൊക്കെ പാട്ടിൽ കോമ്പറ്റീഷൻ ചെയ്യും അല്ലെ? അവിടെ ഈ പ്രമദവനം പാടണം, ശ്രീരാഗം പാടണം, ചിത്ര ഞാറ്റുവേലികളെ പാടണം. ഇത്തരം പാട്ടുകൾ പാടി പെർഫോം ചെയ്ത് തരണം. അപ്പൊ അതിനകത്ത് ബ്യൂട്ടി ഉണ്ട് ഇപ്പോഴും. ആ പഴയ പാട്ടിനെ പുതിയ റീൽസ് ചെയ്തിട്ട് പോകുന്നുണ്ട് ആളുകൾ. അതുപോലെ തന്നെ പ്രേം സാറുടെ പടത്തിന് ഓരോരോ സീനുകളൊക്കെ ധാരാളമായിട്ടുള്ള ഓരോ കെമിസ്ട്രിക്ക് രസകരമായിട്ട് അതിന് വീണ്ടും വീണ്ടും റീൽസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് ഇപ്പോഴും. അത് എന്തുകൊണ്ടാണ്? ആത്മാർത്ഥമായിട്ട് സംഗീതമാണ്, അതിനകത്തൊരു ആത്മാവുണ്ട്. ഇപ്പൊ അതല്ല, ഇപ്പൊ ട്രെൻഡിയാണ്. കഴിഞ്ഞു എന്റെ പരിപാടി. ഫസ്റ്റ് പോകുമ്പോ പോലും നമുക്ക് വരും, പിന്നെ അത് നമുക്ക് പോകാൻ പറ്റാൻ തോന്നുന്നില്ല. എവർഗ്രീൻ സോങ്സ് എന്ന് പറയുന്നത് കുറവായിട്ട് അതിനുള്ള കഥയും കഥാപാത്രങ്ങളും ഉണ്ടാവുന്നില്ല. ഇപ്പൊ ഒരു കഥ പറയാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ നടന് ഭാര്യ വേണ്ട, കുട്ടി വേണ്ട, അമ്മ വേണ്ട, അച്ഛൻ വേണ്ട, അവൻ സിംഗിളായിട്ട് അടിക്കുക, മറ്റേ അങ്ങനെ പോകുന്ന ഒരു ക്യാരക്ടറിൽ എങ്ങനെ ലിറിക്സിന് ഇമ്പോർട്ടന്റ് കൊടുക്കാൻ പറ്റും? അങ്ങനെ ശരിയാണ്. ലിറിക്സ് വരികളും സിറ്റുവേഷനും തമ്മിൽ ഒരു ബന്ധമുണ്ടാവില്ല. ഇപ്പൊ ഒരു ചിത്രനിഷ്ഠ ഞാറ്റുവേലികളെ ഒരു പാട്ടില് കേട്ടോ, ആ ഒരു പാട്ട് ഉണ്ടാക്കണമെങ്കിൽ നല്ല കഥാപാത്രങ്ങളും നല്ല കഥകളും വരുമ്പോഴാണ് നല്ല വരികളും ഉണ്ടാവുക. അപ്പൊ നല്ല പാട്ട് ഉണ്ടാക്കാൻ പറ്റും അല്ലേ? ഇപ്പം എന്താ പറയാ, മറന്നു മകളെ പാട്ട് ഇപ്പോഴും പാടിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? അതുപോലത്തെ ഒരു പാട്ടുകൾക്കുള്ള കഥയുണ്ട്. അപ്പൊ ആർക്കും മറക്കാനൊന്നും വയ്യ. അതും ആ സാധനം വിട്ടിടാത്ത ശീല കേസ്, അത് ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കും. പക്ഷെ എന്നാലും റീൽസ് ചെയ്യുന്ന സമയത്ത് പിള്ളേർ ഇങ്ങനെ സാധനങ്ങൾ കൊണ്ടുവരും. എന്തുകൊണ്ടാണ്? തിയേറ്ററിൽ ഒരു ബോംബ് സ്ഫോടനം കേൾക്കണം, തിയേറ്ററിൽ വരുമ്പോൾ ഭയങ്കര ഹരം ഉണ്ടാവണം. ബാക്കി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റീൽസിലൊക്കെ ഇതാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അതിന് BGM ഓരോരുത്തർ ഷോ കാണിക്കാറുണ്ട്. എങ്ങോട്ടാ പോകണമെന്നുള്ള ഒരു പിടുത്തമില്ല. എനിക്ക് നല്ല നല്ല പാട്ടുകൾ ചെയ്യുന്ന ആഗ്രഹമുണ്ട്. നല്ല നല്ല കഥകളും നല്ല നല്ല കഥാപാത്രങ്ങൾ വരുവാണെങ്കിൽ നല്ല നല്ല പാട്ടുണ്ടാക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അവരുടെ ഉള്ളില് ഇതിനോട് അടങ്ങാത്ത പ്രേമുണ്ട്. അത് നമ്മുടെ പഴയ പാട്ടിനോട് ടച്ചുണ്ട്. അപ്പൊ നല്ല പാട്ട് ഇറങ്ങിയാലും അക്സെപ്റ്റ് ചെയ്യാനുള്ള മൈൻഡ് അവർക്ക് അറിയാം ഏതാ നല്ലത് എന്നുള്ളത് അറിയാം. അപ്പൊ അതാണ് അത് ഇറങ്ങിക്കഴിഞ്ഞാൽ അറിയാം. ഈ പാട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അറിയാം എന്തായിരിക്കും നമ്മുടെ വിധി എന്നുള്ളത്. അത് പ്രേക്ഷകരുടെ തീരുമാനിക്കുന്നത്. നിങ്ങളാണ് തീരുമാനിക്കുന്നത്, നിങ്ങളുടെ കയ്യിലാണ്. അല്ലാണ്ട് ഇപ്പൊ ഞാൻ ചെയ്ത സെറ്റപ്പ് ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ പിടിച്ചു തരുന്ന ഒരു കാര്യമൊന്നുമില്ല. നിങ്ങൾ തീരുമാനിക്കണം. നിങ്ങൾ വിധേയത